കഴിഞ്ഞ വാരത്തിൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യശൂദ്രന്മാരെന്ന ചാതുർവർണ്ണയ വ്യവസ്ഥയെക്കുറിച്ച് വിവരിച്ചിരുന്നു. ഈ വർണ്ണഭേദം ജന്മസിദ്ധമാണ് എന്നാണ് പലരുടെയും ധാരണ. ജന്മം കൊണ്ട് സ്ഥിരീകൃതമാണ് ചാതുർവർണ്ണ്യം എന്നുള്ളതായിരിക്കുന്ന ബോധം വൈദിക കാലത്തെ മഹർഷിമാർ പഠിപ്പിച്ചത് തന്നെയാണെന്ന് വിചാരിക്കാൻ ഒരു തരത്തിലും ന്യായം പോരാ. സാമവേദത്തിലുള്ള വജ്രസൂചികോപനിഷത്ത് ജാതിജന്യമായുള്ള ഉച്ചനീചത്വത്തെ ഒരിക്കലും സമ്മതിച്ചു തരുന്നില്ല. പണ്ട് കാലങ്ങളിലുള്ളതായിരിക്കുന്ന മഹർഷിമാർ വിറക് ശേഖരിക്കുകയും യുദ്ധം ചെയ്യുകയും പതിവായിരുന്നത്രേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മഹാബ്രാഹ്മണന്മാർ ക്ഷത്രിയാദികളുടെ പ്രവൃത്തികളും ചെയ്തിരുന്നു എന്നർത്ഥം. അതുമാത്രമല്ല, പല മഹർഷിമാരും ബ്രാഹ്മണന്മാരിൽ നിന്നോ എന്തിന് മനുഷ്യന്മാരിൽ നിന്ന് തന്നെ ജനിച്ചവരായിരുന്നില്ല അത്രേ. ഇത് പുരാണങ്ങളിൽ കാണുന്ന കാര്യമാണ്. ഋഷ്യശൃംഗൻ എന്നുള്ളതായിരിക്കുന്ന മുനി മാനിൽ നിന്നാണ് അത്ര ജനിച്ചത്. കൗശീകൻ പുഷപ്പുല്ലിൽ നിന്നും, ഗൗതമൻ മുയലിൽ നിന്നും, ജംബൂക മഹർഷി കുറുക്കനിൽ നിന്നും, അഗസ്ത്യൻ ജലപാത്രത്തിൽ നിന്നുമാണത്രേ ഉത്ഭവിച്ചത്. വസിഷ്ഠൻ ദേവവാര സ്ത്രീയായ ഉർവശിയുടെ പുത്രനാണ്. വേദവ്യാസനാകട്ടെ മുക്കുവ സ്ത്രീയുടെയും. മാതംഗ മഹർഷി ബ്രാഹ്മണ സ്ത്രീയിൽ ക്ഷുരകനുണ്ടായ പുത്രനാണത്രേ. കാശ്യപൻ ശൂദ്രകുലജാതനാണ്. ഓംകാരത്തിൻ്റെ അംശമായുള്ള അകാരത്തിൽ നിന്നും ജാമ്പവാനായി ബ്രഹ്മാവും, ഉകാരത്തിൽ നിന്നും ഹരിയായി വിഷ്ണുദേവനും, മകാരത്തിൽ നിന്നും ഹനുമാനായി ശിവനും അവതരിച്ചു എന്ന് താരസാരോപനിഷത്തിൽ കാണുന്നുണ്ട്. ഇതെല്ലാം രേഖപ്പെടുത്തിയതിൻ്റെ സാരാർത്ഥം ജനനം ഉന്നതകുലത്തിലോ നീചകുലത്തിലോ എന്ന് നോക്കിയല്ല ഒരുവൻ്റെ മഹത്വം നിർണ്ണയിക്കേണ്ടത് എന്നും അതവൻ്റെ പ്രവൃത്തിയിലാണ് കാര്യം എന്നുമാണത്രേ ഋഷിമാരുടെ മതം. ക്ഷത്രിയനായിരുന്ന വിശ്വാമിത്രൻ ബ്രഹ്മർഷിയായി എന്നുള്ളതായിരിക്കുന്ന കഥ വളരെയധികം പ്രസിദ്ധമാണ്. അത്രമേൽ പ്രസിദ്ധമല്ലെങ്കിൽ കൂടിയും കുടുംബങ്ങളും എന്തിന് വർഗങ്ങളും വരെ ഒന്നിച്ച് ജാതി മാറിയ പല കഥകളും പുരാണത്തിൽ കാണുവാൻ കഴിയും. ക്ഷത്രിയ രാജാവായുള്ള ഋഷഭദേവന്റെ 100 മക്കളിൽ 81 പേരും ബ്രാഹ്മണന്മാരായി എന്നും, ക്ഷത്രിയൻ തന്നെയായുള്ള പൃഷഗ്നൻ ശൂദ്രനായി എന്നും, വൈവസ്വത മനുവിൻ്റെ ഇക്ഷ്വാകു പ്രഭൃതികളായ 10 പുത്രന്മാരിൽ 4-മനായ ദിഷ്ട മഹാരാജാവിൻ്റെ മകനായ നാഭകൻ വൈശ്യനായി എന്നും, മനുപുത്രനായുള്ള ശരിയായി ഉത്കൃഷ്ട ബ്രാഹ്മണനായി ആംഗിരസന്മാരുടെ യാഗത്തിൽ പൗരോഹിത്യം നടത്തിയെന്നും, ക്ഷത്രിയനായ ഗാർഗ്യനിൽ നിന്നുണ്ടായ ശിനിയുടെ പുത്രനായ ഗാർഗ്യൻ ബ്രാഹ്മണത്വം പ്രാപിച്ചു എന്നും മറ്റുമെല്ലാം തന്നെ വിഷ്ണു ഭാഗവതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൗദ്ഗല്യ ബ്രാഹ്മണവർഗക്കാർ മുദ്ഗലൻ എന്നുള്ള ക്ഷത്രിയനിൽ നിന്നും ഉണ്ടായവരാണ്. വൈശാല വംശസ്ഥാപകനായ വിശാലനും യക്ഷരാജാവായ കുബേരനും ദിഷ്ട കുടുംബത്തിൽപ്പെട്ടവരാണ്. അംബരീഷനും തൽപുത്രനായ യുവനാശുനുമാണ് ഹരിതഗോത്രം സ്ഥാപിച്ചത്. ശരിയാദിജനായ ശരിയാദിയുടെ പുത്രിയായിരുന്നു ച്യവന മഹർഷിയുടെ ഭാര്യ. മന്ദപാലൻ എന്നുള്ളതായിരിക്കുന്ന ഋഷി നീചകുലജാതയായ ശാരംഗി എന്നുള്ളതായിരിക്കുന്ന പതിത സ്ത്രീയെയും വസിഷ്ഠമുനി അക്ഷമാല എന്ന ചണ്ടാല സ്ത്രീയെയും വിവാഹം ചെയ്തു ഇത്രയും. പുരാതന മഹർഷിമാർ പറഞ്ഞു വെച്ചിരുന്നതായ ഇത്തരം കഥകളെല്ലാം തന്നെ ഏകവർണ്ണമിതം സർവം പൂർവമാസീത് യുധിഷ്ഠിര ക്രിയാകർമ്മ വിഭാഗേന ചാതുർവർണ്ണ്യം വ്യവസ്ഥിതം എന്നുള്ളതായിരിക്കുന്ന മഹാഭാരത വാക്യത്തെ സവിസ്തരം വ്യാഖ്യാനിക്കുന്നു. ശൂദ്രകുലജാതർക്കും പണ്ട് വേദാധികാരം ഉണ്ടായിരുന്നു എന്നുള്ളത് തർക്കമില്ലാത്തതായിരിക്കുന്ന കാര്യമാണത്രേ. ആത്രേയൻ, ജൈമിനി, കാർത്യായനൻ, ആവസ്തംഭൻ എന്നിവരുടെ എല്ലാം തന്നെ വാദങ്ങളെ സയുക്തികം ഖണ്ഡിച്ച് ബദരി മീമാംസാ സൂത്രത്തിൽ സർവർക്കും യാഗം ചെയ്യാൻ അധികാരമുണ്ടെന്ന് പറയുന്നുണ്ട്. ബദരിയുടെ ഈ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ച് ശമ്പരൻ സകലർക്കും വേദപഠനാധികാരം ഉണ്ടെന്നും സാധിച്ചിട്ടുണ്ട്. ദശപൂർണമാസം അനുഷ്ഠിക്കുന്നതിനിടയിൽ ഹവിഷ്കൃത്തിനെ അദ്ദേഹം ബ്രാഹ്മണനാണ് എങ്കിൽ ഏഹി എന്നും, ക്ഷത്രിയനാണെങ്കിൽ ആഗാഹി എന്നും, വൈശ്യനാണ് എങ്കിൽ ആദ്രവ എന്നും, ശൂദ്രനാണെങ്കിൽ ആധാവ എന്നും വിളിച്ചുകൊള്ളണമെന്നാണ് ശതപഥ ബ്രാഹ്മണം വിധിക്കുന്നത്. ഔപമന്യവന്റെ അഭിപ്രായത്തിൽ ശൂദ്രർക്കും നിഷാദന്മാർക്കും പല വൈദിക കർമ്മങ്ങളിലും ബ്രാഹ്മണാദികളോട് ഒരുമിച്ച് ഏർപ്പെടുവാൻ അധികാരമുണ്ട്. നിഷാദന്മാർ ആദ്യകാലങ്ങളിൽ ആര്യന്മാർ അല്ലായിരുന്നെങ്കിൽ കൂടിയും അവർ പിന്നീട് ആര്യന്മാരായി എന്നു മാത്രമല്ല, ആര്യന്മാരിൽ വെച്ച് ഉത്തമന്മാരായ ബ്രാഹ്മണന്മാരുമായി സംബന്ധപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. നിഷാദൻ എന്നുള്ളത് ബ്രാഹ്മണനായ പിതാവിന് ശൂദ്രജാതിയിൽപ്പെട്ട മാതാവിലുണ്ടായ പുത്രനാണ് എന്ന് ബൗധായനനും,
ബ്രാഹ്മണന് വൈശ്യസ്ത്രീയിൽ നിന്നുണ്ടായ സന്താനമാണ് എന്ന് ഗൗതമനും ധർമ്മസൂത്രത്തിൽ വിവരിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. പ്രാചീന ഭാരതത്തിലെ വിദ്യാഭ്യാസം എന്നുള്ളതായിരിക്കുന്ന മഹാഗ്രന്ഥത്തിൽ സുപ്രസിദ്ധ പണ്ഡിതനായ A.S. അൾട്ടേക്കർ പറയുന്നത്, ഗുരുകുല വിദ്യാഭ്യാസം നടപ്പുണ്ടായിരുന്ന കാലത്ത് തന്നെ വേദം പഠിപ്പിക്കുന്നതിനു വേണ്ടി വേദജ്ഞന്മാരായുള്ള അബ്രാഹ്മണർ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കുറച്ചൊന്നുമല്ലാത്രേ ഉണ്ടായിരുന്നത് എന്ന് വളരെ വ്യക്തമായി സിദ്ധാന്തിക്കുന്നുണ്ട്. ശൂദ്രർ യജുർവേദികളാണെന്നും ഒരിക്കലും വേദബാഹ്യരല്ലെന്നും പിംഗള ഛന്ദശാസ്ത്രത്തിന്റെ രചയിതാവായ വേദപണ്ഡിതൻ അതിന്റെ ഭൂമികയിൽ ഏറ്റുപറയുന്നുണ്ട്. ഋഷിപരമ്പര പ്രകാരം ശൂദ്രർ വാചസ്നേഹികളാണ്. അതുകൊണ്ട് തന്നെ ശൂദ്രർ യജുർവേദിയെ പോലെ കർമ്മം ചെയ്യണം എന്നിങ്ങനെ ശൂദ്രാന്നികാചാര തത്വത്തെക്കുറിച്ച് സ്മൃതി പറയുന്നത് കൊണ്ട് ശൂദ്രർക്കും വേദസംബന്ധിത്വമുണ്ട് എന്ന് ഉറപ്പിക്കാവുന്നതാണ്. ജാനശ്രുതി മുതലായ ശൂദ്രജാതിക്കാർ ഋഗ്വേദമുനിയുടെ അടുക്കൽ നിന്നും വേദം പഠിച്ചതായി ചാന്ദ്യോഗ്യത്തിലും കാണുന്നുണ്ട്.